എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് അന്വേഷിക്കാൻ നടക്കുന്നു. വേഗം പോ, സമയാവുന്നു. എവിടെയാന്ന് പോയി നോക്ക്. അമ്മേ ഇങ്ങോട്ട് വാ അമ്മേ. വേഗം പോയിട്ട് വാടാ, സമയാവുന്നു. ചെല്ല്. അമ്മ ഒന്നും ഇങ്ങോട്ട് വാ. അതിന്റെ അടുത്ത് തന്നെ ഒന്ന് വാ. മതി. സൂക്ഷിച്ച് വേഗം ഉണ്ടാക്ക. ഞാൻ ഇപ്പൊ വരാം. വിജി ചമ്മന്തി ഉണ്ടാക്ക്, സമയായി. ഞാൻ ചെയ്തോളാം മുത്തശ്ശി. ഓ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലേ. എന്തുവാടാ പറ്റിയേ? എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നിന്റെ ടെൻഷൻ കാണുമ്പോ എനിക്കും പേടിയാവാ. എന്താ താക്കോല് കാണുന്നില്ലെന്നൊക്കെ അവളോട് പറയുന്നുണ്ടായില്ല? താക്കോല് നിന്റെ കയ്യിലല്ലേ ഉള്ളത്? എന്താ കാര്യം പറയടാ. അമ്മ അതൊക്കെ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. എല്ലാം കൊളാവാൻ പോവാ. കൊളായെന്നോ? എന്തുവാടാ ഈ പറയുന്നേ? അളിയൻ ദേ വന്നേക്കുന്ന അമ്മേ. അയ്യോ, നീ എന്താണ് ഈ പറയുന്നത്? അതെ അമ്മേ, ഞാൻ വണ്ടി എടുക്കാനായിട്ട് ചെന്നപ്പോ കാറിൽ അളിയനും കവിനും ഇരിപ്പുണ്ട്. അയ്യോ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അമ്മേ. കൈയും അലങ്ങുന്നില്ല, കാലും അലങ്ങുന്നില്ല. അതാ ഇങ്ങോട്ട് ഓടി വന്ന് ഒന്ന് അമ്മയോടൊന്ന് പറയാന്ന് വിചാരിച്ചിട്ടാ. ഇനിയിപ്പൊ എന്താ അമ്മ ചെയ്യാ? എടാ, ഇതുകൊണ്ടാ ഞാൻ നിന്നോട് നേരത്തെ എണീറ്റ് കവിനെ പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞത്. ഇപ്പൊ കണ്ടില്ലേ അവര് നേരിട്ട് ഇങ്ങോട്ട് വന്നത്? വിജി വിക്രമും കൂടി നേരിട്ട് കണ്ട പിന്നെ എല്ലാം തീർന്നു. അയ്യോ എടാ, അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇട്ട പ്ലാനൊക്കെ വെറുതെ ആയി പോവും. ഇങ്ങനൊരു മടിയൻ എല്ലാം നീ കാരണം. അമ്മ ഇപ്പൊ വരാം. ദേ ശ്രദ്ധിക്കണേ. നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അമ്മേ, എന്താ സംഭവിച്ച? എന്തെങ്കിലും പ്രശ്നമായോ? എന്താ രണ്ടുപേരും എത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്? അങ്ങനെ ഒന്നുമില്ല മോളെ. ഞാൻ ഇവനെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഒരു സാധനം എടുത്താല് അത് എടുത്തിട്ട് തന്നെ തിരിച്ചു കൊണ്ടുവെക്കണ്ടേ? എന്നാലല്ലേ വെച്ചെടുത്തുനിന്ന് അത് എടുത്ത് വേഗം പോവാൻ പറ്റുള്ളൂ. അങ്ങനെ വല്ല ഉത്തരവാദിത്വം ഇവനുണ്ടോ? ഇല്ലല്ലോ. അതാ ഞാൻ ചീത്ത പറഞ്ഞോണ്ടിരുന്നത്. ശരി, നല്ലോണം വഴക്ക് പറയും. എനിക്ക് അപ്പുറത്ത് പണിയുണ്ട്, ഞാൻ പോട്ടെ. ഇളക്കല്ലെന്ന് ഞാൻ പറഞ്ഞത്. നീ കാരണം എന്തൊക്കെ തലവേദനയാ. അയ്യോ, ഞാൻ എന്ത് നന്നായിട്ട് പ്ലാൻ ചെയ്തിരുന്നതാ. ഒക്കെ നീയായിട്ട് നശിപ്പിച്ചില്ലേ? അയ്യോ, അകത്തോട്ട് കേറാൻ പോവാടാ. ഉള്ളിലേക്ക് എങ്ങനെ വന്ന വിജയെ കാണില്ലേ? അമ്മേ വേണമെങ്കിൽ ഒരു കാര്യം ഒന്ന് വേഗം പറ. വേഗം പോയിട്ട് അളിയന്റെ അടുത്ത് പറയാം, ഞങ്ങൾ ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് നാളെ വന്നാ മതി എന്ന് പറഞ്ഞാലോ? എടോ, എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ ഞാൻ ഒരു ഒറ്റടി വെച്ച് തന്ന നിന്റെ വായിലുള്ള 32 വല്ല താഴെ വീഴും. ദേ നോക്ക്, ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചോണ്ടിരിക്കുമ്പോ വെറുതെ മണ്ടത്തിലൊന്നും പറയല്ലേ, വിവരം കെട്ടവനെ. അയ്യോ, ഞാനിപ്പോ എന്താ ചെയ്യാ? അങ്ങനെ ചെയ്യാം. അയ്യോ, സോറി ബിജി, അറിയാതെ പറ്റിയതാ. ഞാൻ ഈ പൊടി കൊണ്ട് ഈവനിങ്ങിന് ബജി ഉണ്ടാക്കാന്ന് വിചാരിച്ച് എടുത്തതായിരുന്നു. അപ്പൊ അറിയാതെ. അമ്മ എന്ത് പണിയായി കാണിച്ചേ? നോക്ക്, അമ്മ എന്താ ചെയ്തു വെച്ചിരിക്കുന്നെന്ന് കാണ്. കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടോ അമ്മയ്ക്ക്? എന്താടി, എന്താ അമ്മയെ കളിയാക്കി ചിരിക്കുന്നു? അല്ല അമ്മേ, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ പടത്തില് ജനാർദ്ദൻ നിക്കുന്ന പോലെ ഉണ്ട്, അതാ ചിരിച്ച്. അടി വെച്ചെന്നുണ്ടോ? ശരി ശരി വിജി, അറിയാതെ പറ്റിപ്പോയതല്ലേ.
ദേഷ്യപ്പെടലടി. പോയി കുളിച്ചിട്ട് വാ.